പരക്കുന്ന കണ്ടിട്ട് ചന്തി ആകുന്നതെന്ന് വിചാരിക്കണ്ട. ഇത് മറ്റേ ഡീജന്റെ സ്ഥാനം അത് തിരിക്കുന്നതാ. 2 സ്റ്റെപ്പ് ഇടുന്നതിന്റെ മുമ്പ് 2 തിരിയിരിക്കണം, എന്നിട്ട് വേണ്ട 2 സ്റ്റെപ്പ് ഇടാൻ. അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ? 2 സ്റ്റെപ്പ് ഇടട്ടെ. ഹായ് ഗൈസ്, ഐ ആം ബാക്ക്. ട്രൈ നോട്ട് ടു സ്കെയർ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ്. ഒരു കൊല്ലായോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അതിന്റെ മുമ്പേ നമ്മൾ ലാസ്റ്റ് ഗോസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ 10K വീഡിയോ വന്നാൽ അടുത്ത ഗോസ്റ്റ് വീഡിയോ ഇടുന്നു പറഞ്ഞു. നിങ്ങൾ സക്സസ്ഫുള്ളി അത് എനിക്ക് 10K ആക്കി തന്നതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ ഒരു ഗോസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവൂലേ? ഈ വീഡിയോക്ക് ഒരു 10K എന്നാൽ ഞാൻ ഉറപ്പായിട്ട് അടുത്ത ഗോസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും. അത് നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നല്ല ഡാർക്ക് വെബിൽ ഒറിജിനൽ കിടിലൻ പോലത്തെ ഗോസ്റ്റ് ഇല്ലേ, അതും കൊണ്ടുതന്നെയായിരിക്കും ഞാൻ വരാൻ. നിങ്ങളെ തൂറിയിട്ട് നിങ്ങളെ കൊടൽമാല വരെ പുറത്തായി അങ്ങനത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പൊ എല്ലാവരും ഫസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ലൈക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് എനിക്ക് പൈസ ഒന്നും കൂടി പോവില്ല, ഒരു ഉറുപ്പ്യ പോലും കൂടി പോകത്തില്ല. ഒരു ആവേശം വരും വീഡിയോ ഇടാൻ വേണ്ടിട്ട്. എനിക്ക് പണ്ടത്തെ ഒരു ആവേശം എനിക്ക് ഇപ്പം ഇല്ല. അതെന്താ വെച്ചാൽ നിങ്ങൾ ലൈക്കൊന്നും തരാത്തത് കൊണ്ടാണ്. നിങ്ങൾ തന്നു നോക്കിയേ, നിങ്ങൾക്ക് എന്റെ ആവേശം കാണാൻ പറ്റും. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇന്ന് വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇന്ന് ട്രൈ നോട്ട് ടു ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഡോണ്ട് സ്കെയർ, നിങ്ങൾ പേടിക്കാൻ പാടില്ല. ഇത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും കൂടിയിട്ടാണ് ഞാൻ ഈ ചലഞ്ച് ചെയ്യുന്നത്. നിങ്ങളും ഞാനും പേടിക്കാൻ പാടില്ല. പിന്നെ ഇത് V1, V2, V3, V4 എന്ന് പറഞ്ഞിട്ടായിരിക്കും വീഡിയോ ക്ലിപ്പ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് കമന്റ് ചെയ്യണം, അതായത് ഏത് വീഡിയോ ആണ് കണ്ടിട്ട് നിങ്ങൾ പേടിച്ചത് എന്നുള്ളത്. അത് ഉറപ്പായിട്ട് കമന്റ്. കള്ളക്കളി കളിക്കാൻ പാടില്ല. പേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കള്ളക്കളി കളിക്കാൻ പാടില്ല. നിങ്ങൾ 2 കൂടുതൽ വീഡിയോ പേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ V2, V3 ഞാൻ പേടിച്ചു എന്ന് പറയണം. എനിക്ക് സാധാ ഗോസ്റ്റ് വീഡിയോസ് കാണുന്നതിനെക്കാട്ടും കൂടുതൽ പേടിയാവല് ജമ്പ് സ്കെയർ കാണുമ്പോഴാണ്. സോ ഓരോ ആൾക്കാർക്ക് ഓരോ കാറ്റഗറി ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സാധാ ഗോസ്റ്റ് വീഡിയോ കാണുമ്പോഴായിരിക്കും പേടി കൂടുതൽ. നിങ്ങൾക്ക് ജമ്പ് സ്കെയർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാകത്തില്ല. അതൊക്കെ നിങ്ങളെ ജെനറ്റിക്, നിങ്ങളെ അഡ്രിനൽ ബൂസ്റ്റ് ആൻഡ് നിങ്ങളുടെ മൈൻഡ് പവർ വിത്ത് നിങ്ങളുടെ മാനസികമായ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറി ആണ് കാണുമ്പോഴാണ്, അതായത് ജമ്പ് സ്കെയർ കാണുമ്പോഴാണ് പേടി കൂടുതൽ, അല്ലെങ്കിൽ നോർമൽ കാണുമ്പോഴാണ് പേടി കൂടുതൽ എന്നുള്ളത് കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം ഞാൻ നിങ്ങളെ കൊണ്ട് കമന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ശരിക്കും എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ആ ഒരു കാറ്റഗറി കിട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാറ്റഗറി ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനകത്തായിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. ആരോ വാതിലിൽ മുട്ടി കേട്ടില്ലേ? പക്ഷെ നിങ്ങൾ കേട്ടിക്കില്ലെങ്കിൽ എന്നോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഹെഡ്സെറ്റ് വെക്കണം കേട്ടോ, ഹെഡ്സെറ്റ്. കാരണം നിങ്ങൾക്കും കൂടിയുള്ള ചലഞ്ചാണ്. ഞാൻ ഹെഡ്സെറ്റ് വെക്കൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിക്കണ്ട, പക്ഷെ നിങ്ങൾക്കുള്ള ചലഞ്ചാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഹെഡ്സെറ്റ് വെക്കണം. ബെറ്റർ എക്സ്പീരിയൻസ് ആൻഡ് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പേടി വരത്തുള്ളൂ, ആ ജമ്പ് സ്കെയറിന് ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഹെഡ്സെറ്റ് മുഖ്യമായിട്ട് നിങ്ങൾ വെക്കണം. ഹെഡ്സെറ്റ് വെക്കാണ്ട് വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും LGBT, HD TV, HD QQ, LED TV. ഫസ്റ്റ് വാതിലിൽ മുട്ടി. അപ്പൊ ഇവൻ വാതിൽ തുറന്ന്. അപ്പൊ ഞാൻ നിങ്ങളെ പേടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇതെന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, വാതിലെ ക്ലോസ് ചെയ്യും, പിന്നെയും മുട്ടും, പിന്നെയും തുറക്കും. അപ്പൊ ആരും ഉണ്ടാകത്തില്ല. പിന്നെയും പൂട്ടും, പിന്നെയും മുട്ടും, പിന്നെയും തുറക്കും, പിന്നെ ആരും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു 3-4ാമത്തെ പ്രാവശ്യം പ്രേതം വരും. ഓക്കെ, ഇനി നിങ്ങൾ പേടിക്കത്തില്ലല്ലോ, ഞാനും പേടിക്കത്തില്ല. അത്ര തന്നെ. അവൻ തട്ടിക്കളി. അടുത്ത മുട്ട്. ഇല്ല, നിങ്ങൾ പേടിക്കണ്ട, ആരുമില്ല. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അടുത്തേലും ആരുമില്ല. അടുത്തേലാണ് വരാൻ പോകുന്നത്. ഇതിലിപ്പോ ആരുമില്ലേ ഗൈസ്?
ദിസ് ഈസ് നോട്ട് ഫെയർ, ദിസ് ഈസ് നോട്ട് ഫെയർ, ദിസ് ഈസ് അൺഫെയർ. ഇവിടെ ഒന്നോക്കെ ഡബിള് നിങ്ങൾ സംഭവം ശരിക്കും ഞാൻ പറഞ്ഞ പോലെയല്ല എക്സ്പെക്ട് ചെയ്തത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ഡയറക്റ്റ് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് റിയാക്ട് ചെയ്യാണ്, യൂട്യൂബിൽ നിന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത്, അല്ലാണ്ട് ഞാൻ ഓൾറെഡി ഇത് കണ്ടിട്ട് അഭിനയിക്കുകയല്ല. നിങ്ങൾ ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഇത് ഡയറക്റ്റ് യൂട്യൂബിൽ നിന്ന് പ്ലേ ആണ്. ഞാൻ യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ വെച്ച് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഞാൻ എക്സ്പെക്ട് ചെയ്തതാ. കാരണം ഇത് കുറെ നമ്മൾ കണ്ട ഡോറ് പൂട്ടി തുറന്ന്, പക്ഷെ ഒരു മൂന്നാമത്തെ തുറക്കലിലായിരുന്നു വരേണ്ടത്. രണ്ടാമത്തെ തുറക്കലിൽ വന്നത് ഒരുമാതിരി ഊഞ്ഞാലിട്ട പരിപാടിയായി പോയത്. രണ്ടാമത്തെ വാതിന്റെ ഇടക്കെന്ന് വന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് സത്യമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടാ. ഡു മി എ ഫേവർ, ഈ പാവക്കുട്ടി പെട്ടെന്ന് വരും. ഞാനാ പറയുന്നേ, ഈ പാവ സൈഡിൽ നിന്ന് വന്ന് പിന്നെയും ഇത് ഊത്തരാണ്. V1 V2 പേടിച്ചില്ലേ? ഞാൻ പേടിച്ചു, നിങ്ങൾ പേടിച്ചില്ലേ? കളവ് പറയരുത്, സത്യം പറയണം, സത്യം പറയണം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്താ നിങ്ങൾ ആ പാവക്കുട്ടി വരുന്നല്ലോ വിചാരിച്ചത്. ഞാനും പാവക്കുട്ടി വരുന്ന വിചാരിച്ചത്. ഡയപ്പർ, ഞാൻ പറയാം ഡയപ്പർ ഇട്ടിട്ട് വീട് കണ്ടാൽ മതി. കടക്കാലെല്ലാം ദൂരിട്ട് ഫാക്ടറിയുടെ വീട് കണ്ടിട്ട് കടക്കെ ദൂരെ പറഞ്ഞിട്ട് ഇതാക്കരുത്. ഈ ചങ്ങായി പിന്നെ ഗ്ലാസ്സിൽ കൂടെ കാണുന്നുണ്ട്. അവൻ ചിലപ്പോ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതൊരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞാൻ ഈ ഒബ്ജക്റ്റ് ഞാൻ ഫോക്കസ് ഇല്ല ഇനി ഞാൻ പേടിക്കത്തില്ല. ഞാൻ ജമ്പ് സ്കെയർ പേടിക്കുന്ന ഒരുത്തനാണെങ്കിൽ കൂടിയും ഞാൻ അടുത്ത വീഡിയോ ഞാൻ പേടിക്കാൻ പോകുന്നില്ല. ഐ ആം നോട്ട് ഫോക്കസ്, ഐ ആം നോട്ട് ഗോയിങ് ടു ഫോക്കസ് ദി ഒബ്ജക്ട്, ചുറ്റുപാടുള്ള സാധനം ഫോക്കസ്. ബിക്കോസ് ചുറ്റുപാടുന്നാണ് സംഭവങ്ങൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ചുറ്റുപാട് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഐ ക്യാൻ ഡു ദിസ്, ഐ ക്യാൻ ഡു ദിസ്, യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ഒരുത്തൻ കുണ്ടിലാണോ കിടക്കയിലാണോ എന്നറിയില്ല, ഏതോ പൂട്ടിയിട്ട വീടാണോ എന്നറിയില്ല. അവൻ ക്യാമറ ചുറ്റി ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പം പ്രേതം വരും. ഓക്കെ, ഞാൻ എന്തായാലും ഈ സൈഡ് തന്നെ നോക്കുക. സൈഡിൽ ഇല്ല, പേടിച്ചില്ല ഞാൻ. ഓക്കെ, ഞാൻ പേടിച്ചില്ല. ഇതൊക്കെ നിസാരം. എന്റെ മോനെ ഗൈസ്, ഞാൻ പണ്ട് ചെറുപ്പത്തില് ഫസ്റ്റ് ജമ്പ് സ്കെയർ കാണേണ്ട ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചത്. അതിനുശേഷം പിന്നെ ഞാൻ കണ്ട് ഏറ്റവും കൂടുതൽ പേടിച്ചു പോയൊരു സാധനം ഗൈസ് ഇത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കണ്ട് ഇത് ഒരു ഉണ്ടി പോലത്തെ അൺഎക്സ്പെക്റ്റഡ് ജമ്പ് സ്കെയർ ആയിരുന്നു. ഇന്ന് ഏതെങ്കിലും ജെൻസ്, അതായത് ഓൾഡ് അല്ലാത്ത ഇപ്പൊ ജനിച്ച ആൾക്കാർ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഇത് കാണാത്ത ആരെങ്കിലും ഒന്ന് കണ്ടതാണ്. ഞാൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറ ചിലപ്പോൾ പഴയ വീഡിയോകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് വേണേ കണ്ടോന്ന്. ഒരു കാറ് ശാന്തമായി ഒരു വളവിൽ കൂടെ വളഞ്ഞു പോയി. ഞാൻ പേടിച്ചതാ ഇത് പണ്ട് കണ്ടിട്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ പേടി വന്നെന്ന് എനിക്കറിയില്ല, എക്സ്പെക്ട് ചെയ്യത്തില്ല. പക്ഷെ ഈ വീട് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതായത് കുറച്ചും കൂടി 4-5 വളവ് ഇങ്ങനെ കാറ് വരും. നമ്മളായിരിക്കും കാറ് കൊക്കയില് വീഴുന്നത്. എന്നെല്ലാം പറഞ്ഞ എനിക്കല്ലേ വീട് പണ്ട് എന്റെ ഇക്കാക്ക് കാണിച്ചതെന്ന് പറഞ്ഞ് ഈ കാറ് വളവെന്ന് വീണു കൊടുക്കൂ. അപ്പൊ നീ അത് എത്രാമത്തെ വളവെന്നാന്ന് കണ്ടുപിടിക്കണം. ഞാൻ ഇങ്ങനെ വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കൂ. ഇതൊരു അണ്ണാക്കില് വന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോയ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഗ്ലിച്ച് ടി വി ആൻഡ് ഒരു പെണ്ണ് നടന്നേ. നമ്മൾ ഒബ്ജക്റ്റ് നോക്കരുത് ഗൈസ്, ഞാൻ പറയാം ഗ്ലിച്ച് ടി വി നോക്കട്ടെ. അവിടെ നിന്നായിരിക്കും മിക്കവാറും പ്രേതം വരും. ഓക്കെ, ഗ്ലിച്ച് ടി വി, പെണ്ണ് ഡാൻസ് ഒന്നും മൈൻഡ് ആക്കണ്ട. ഗ്ലിച്ച് ടി വി എന്നായിരിക്കും. മാങ്ങാണ്ടി പ്രൊഡക്ഷൻ ഒക്കെ തെറ്റുവാണല്ലോടാ. ഇത് നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ? എന്തായാലും പേടിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് ശരിക്കും ഞാൻ ഒന്ന് തുള്ളിയായിരുന്നു. എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഗ്ലിച്ച് ടി വി ആണ് അവിടെ പ്രേതം വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവം. അവളെ ഡോർ ആ ഡോറൊന്ന് ഇങ്ങോട്ടേക്ക് വരണം, അല്ലെങ്കിൽ ആ ഗ്ലിച്ച് ടി ഇത് മൂഞ്ച പരിപാടി. ഒരു കുഞ്ഞൻ. ഓക്കെ, ആ പാവക്കുട്ടിയായിരിക്കും വരാന്. ഇനി അവന്റെ ഈ ബ്ലാക്ക് സ്ഥലത്ത് നിന്ന് വരുമെന്ന് എനിക്കല്ല. എന്തൊക്കെയൊക്കെയോ പാവക്കുട്ടി അല്ല ഇവ ഇല്ല അത്ര പേടിച്ചില്ല. ഞാൻ രണ്ടിനെ നടുക്കായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത്ര പേടിച്ചില്ല. പോരെ ഇത് പോരെ. ജമ്പ് സ്കെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കണം. എന്നാലേ അതിന്റെ ഒരു സുഖം കിട്ടത്തുള്ളൂ. എന്നാലേ നമ്മൾ ആ ഒരു 2 കഷ്ണം അപ്പി ഇട്ട് പോകത്തുള്ളൂ. ഓ ഇതെനിക്കറിയാം. ഈ ഗെയിമില്ലേ, ഞാൻ പറയും ഈ മൊട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേതം വരും ഗൈസ്.
ഇല്ല വന്നില്ല, ഇവിടെ വന്നില്ല. ഇനി ഇപ്പുറത്തെ ഇതിൽ ഫിനിഷ് ചെയ്യുന്നതാണ് പ്രേതം വരും. ഓക്കെ, അത് ഫിനിഷ് ചെയ്ത പാട് പ്രേതം വരും ഗൈസ്. വെയിറ്റ് ചെയ്യാം, ഫിനിഷ് ചെയ്യുന്ന ഇനി അടുത്തൊരു റൗണ്ടും കൂടി പോകുമെന്ന് എനിക്കറിയില്ല. മേ ബി ഒരു റൗണ്ടും കൂടി പോകാം. ഇത് ഊമ്പിച്ചല്ലോ. അതവിടെ ഫിനിഷും ചെയ്തിട്ടില്ല, അടുത്ത റൗണ്ടും പോയില്ല, അതിന്റെ മുമ്പേ ഊമ്പിച്ച്. ഇതാ പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ്. ജമ്പ് സ്കെയറിൽ നമ്മൾ കെയർ ആവണമെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കണം. അത് കൊള്ളാടാ. പക്ഷെ ആ പ്രേത 10 വയസ്സ് കൊള്ളത്തില്ല, അത് കൊള്ളാം. ഒരു പാവപ്പെട്ട മനുഷ്യൻ KFCയിൽ വർക്ക് ചെയ്യുവാണെന്ന് തോന്നുന്നു. അടിച്ചു വാരുന്നു, കസാല നീങ്ങുന്നു, അയാൾ പേടിക്കുന്നു, അയാൾ അങ്ങോട്ട് പോകുന്നു. ഇതെവിടുന്നാണ് ഈ പ്രേതം വരുന്നേന്നുള്ളതിന് എന്തേലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പേടിക്കാതിരിക്കാമായിരുന്നു. എന്നെ കൊണ്ട് പറ്റില്ലടാ, എന്റെ സത്യം ഞാൻ അഭിനയിക്കലടാ, സത്യം വിശ്വസിക്കടാ. എനിക്ക് ജമ്പ് സ്കെയറാണ്, ഞാൻ പേടിക്കും സത്യമായിട്ടും. അതായത് എനിക്ക് മറ്റേ ഉള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ചു, പ്രേതം അങ്ങനെയല്ല, കാണുമ്പോഴേ പേടിയില്ല. അത് ജമ്പ് സ്കെയർ എനിക്ക് പറ്റൂല, എന്നെ കൊണ്ട് ആവത്തില്ല ഇത്. ഓ ഓ ഓ ഓ ഓ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ജമ്പ് സ്കെയർ കണ്ട വീഡിയോ ആണ് ഗൈസ് ഇത്. എൻ്റെ ഉറക്കം മാത്രമല്ല ഗൈസ്, ഞാൻ പറയാലോ എത്രയോ ദിവസം ഈ മുഖം, അതായത് ഇതിൽ വരുന്ന പ്രേതത്തിന്റെ മുഖം എൻ്റെ മൈൻഡിൽ നിന്നിട്ടുണ്ട്, ഒരു ട്രോമ പോലെ. എൻ്റെ ഒരു കസിന്റെ ഫോണിൽ നിന്ന് എനിക്ക് കണ്ടവരോ MX പ്ലെയർ ഇല്ലേ, അതിൽ നിന്ന് ഞാൻ ഇത് കണ്ട ഫസ്റ്റ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് ഈ കസാല എന്തോ മാജിക്ക എന്തോ പറഞ്ഞ പറ്റിച്ച്, എന്നിട്ട് കണ്ട ഒരു വീഡിയോ. ഇത് കാണാത്ത ആരും ഉണ്ട്, അത് മിക്ക ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി ജസ്റ്റ് ഇങ്ങനെ കണ്ടോ. നമ്മൾ ഈ കസാല മാത്രമായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, അത് ആടും, പക്ഷെ കസാല മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. കണ്ടോ ആ കസാല പതിയാടി. അത് പണ്ട് ഇത് കണ്ടേരോ, അതായത് ഇതിനൊരു സൗണ്ട് ഉണ്ട്. ഹെഡ്സെറ്റ് ഇട്ട് ഇപ്പൊ കണ്ടാക്ക് ചിലപ്പോ ഒരു ബാസ് ഉണ്ടാവും. ഞാനന്ന് ഹെഡ്സെറ്റ് ഇട്ടിട്ടായിരുന്നു കണ്ടേ. ഒരു വൃത്തികെട്ട മുഖമായിരുന്നു അത്. ഇത് മറ്റേ മോണാലിസ അല്ലേ? ശരിയായിരുന്നു, പക്ഷെ പോരാ. മൊണാലിസാന്റെ മോളാന്ന് തോന്നുന്നുണ്ട്. നല്ല മോന്ത. പിന്നെ ഇതില് വലിയ കാര്യമൊന്നുമില്ല കേട്ടാ. ഇതിങ്ങക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഓളും 2 ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആവും. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് ശീലമുള്ള ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. ഇതൊന്നും കണ്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. പെണ്ണുങ്ങൾ എന്തോ ക്യാമറ എടുത്ത സമയത്ത് ക്യാമറയിൽ ഗോസ്റ്റിനെ കണ്ടതായിട്ട് തോന്നുന്ന ക്ലിപ്പിന്റെ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. അവൾ എല്ലാ റൂമും ഫോട്ടോ എടുത്ത് നോക്കുവാണ്. എവിടെയും പ്രേതമില്ല. സൗണ്ട് നിശബ്ദതായി കഴിഞ്ഞാൽ നമ്മളൊന്ന് പേടിക്കണം. അതായത് ബാക്ക് ക്യാമറയിലില്ല, ഫ്രണ്ട് ക്യാമറയിൽ ആണ് ഗോസ്റ്റ് എന്നാണോ പറയുന്നത്. ബാക്കിൽ ആരെങ്കിലും ഇത് ഗോസ്റ്റ് അല്ലടാ, ഇത് സോംബിയാണ്. കഴുത്ത് കടിച്ചൊക്കെ കൊണ്ടുപോയി. അപ്പൊ നമ്മള് ഏകദേശം ഇന്ന് നമ്മളൊരു ഒന്ന് പേടിച്ച് പരിവായിട്ടുണ്ട്. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യുക എത്രാമത്തെ വീഡിയോ ആണ് ഗൈസ് നിങ്ങൾ പേടിച്ചത്. സത്യമായിട്ട് അത് ഹോണസ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. ഉടായ്പ നടക്കത്തില്ല. അനക്കും ഇങ്ങക്കും കൂടിയിട്ടുള്ള ചലഞ്ചായിരുന്നു ഇത്. പിന്നെ ഗൈസ് എല്ലാവരും മറക്കാണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. 10K ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടുത്ത ഹൊറർ ഗോസ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. അത് കുറച്ച് ഹൊറർ ആയിരിക്കും, ഉറപ്പാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ. ജമ്പ് സ്കെയർ കണ്ടിട്ട് നിങ്ങൾ ഉറങ്ങാണ്ടൊന്നും ഇരിക്കൂലല്ലോ. ജമ്പ് സ്കെയർ ജസ്റ്റ് വന്ന് കണ്ട് പേടിച്ച് പോകുന്നൊരു സംഭവമാണ്.